വിഷമിക്കല്ല, ആരും പേടിക്കല്ല, ഞാൻ നരകത്തിലേക്കാണോ പോകുന്നത്, അങ്ങനെ വിചാരിക്കുകയേ വേണ്ട. അള്ളാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകട്ടെ, അള്ളാഹു നമ്മൾക്കൊക്കെ സ്വർഗം നൽകട്ടെ. ശരീരം തെറ്റിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ശരീരമാണ്. എന്നാൽ തെറ്റ് വന്നാൽ അത് ഉടനെ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാം. ഉടനെ തൗബ ചെയ്യാം. മിനിമം അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹുവേ എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. അതാണ് അള്ളാഹു പറഞ്ഞത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ നിരാശ കൈവടിയല്ല. ഒരു ബിസിനസ്, ഒരാളുടെ ബിസിനസ് തകർന്നു പോവാൻ അയാൾ നിരാശ കൈവിട്ടു, അത് പൂട്ടിപ്പോയാൽ അയാൾക്ക് നഷ്ടമാണ് വരാനുള്ളത്. എന്നാൽ നിരാശയില്ലാതെ ആർജവവും ഊർജ്ജവും തിരിച്ചെടുത്തുകൊണ്ട് സധൈര്യം വളരെ ആത്മവിശ്വാസത്തോടെ അതിലേക്ക് വേണ്ടുന്ന നന്മകളും അതിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളും ചെയ്തു, അതിനെ ഭംഗിയാക്കി അലങ്കരിച്ചു, ചുണ്ടും മോടി പിടിച്ചുകൊണ്ട് ബിസിനസ് അദ്ദേഹം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ലാഭമുണ്ടാകുന്നത് പോലെ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു 4-5 വർഷം നിരന്തരമായി ജീവിക്കുമ്പോൾ ഇനി എനിക്ക് മാപ്പില്ല എന്ന് പറഞ്ഞ് നിരാശനാവല്ല. നിങ്ങൾ എന്നിലേക്ക് മടങ്ങുക, നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ വീണ്ടും 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 ആവർത്തിക്കല്ല എന്നൊരു ഡിമാൻഡ് കൂടിയുണ്ട്. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ, അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ.